ഹായ് ഓൾ, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RDBMS ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് റൂൾസ് ആണ്. അപ്പോൾ നമ്മൾ RDBMSനെ കുറിച്ചൊക്കെ ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞിരുന്നു. എനിവേ നമുക്ക് അതിൻ്റെ ടൈപ്സും കൂടെ പറയാനുണ്ടാവും. നമുക്ക് ഒന്നുകൂടെ നോക്കാം കേട്ടോ. A database management system that stores data in the form of related tables is called a relational database management system. നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചിരുന്നു. ഫയൽ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്തൊക്കെ ചെയ്തില്ലായിരുന്നു. എന്തായിരുന്നു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അത് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന റിലേറ്റഡ് ടാബിൾസിനെയാണെങ്കിൽ അല്ലെങ്കിൽ ടാബിൾസിനെ അല്ലെങ്കിൽ റിലേഷണൽ മോഡലിനെ ആണെങ്കിൽ അതിന് നമ്മളെന്ത് പറയും? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയും. ദി ഗോൾ ഓഫ് RDBMS ഈസ് ടു മേക്ക് ഡാറ്റ ഈസി ടു സ്റ്റോർ ആൻഡ് റിട്രീവ്. ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഈസിയാണ്, റിട്രീവ് ചെയ്യാനും ഈസിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും അത് യൂസ് ചെയ്യുന്നത്. റിലേഷണൽ ഡാറ്റാബേസ് ഹെൽപ്പ് സോൾവ് പ്രോബ്ലംസ് ആസ് ദേ ആർ ഡിസൈൻ ടു ക്രിയേറ്റ് ടാബിൾസ് ദെൻ കമ്പൈൻ ദ ഇൻഫർമേഷൻ ഇൻ ഇൻട്രസ്റ്റിംഗ് വേസ് ടു ക്രിയേറ്റ് വാലിഡ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ ആദ്യം ടേബിൾസ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ കണ്ടീഷൻ്റെ ബേസിലോ എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ ബേസിലോ നമുക്ക് വേണമെങ്കിൽ ടേബിൾസിനെ കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു വാലിഡ് ഇൻഫർമേഷൻസ് ഒക്കെ ആക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ ടേബിളുണ്ട്, വേറെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ടേബിളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോർക്കും ഓരോ രീതിയിൽ ചെയ്യാത്തതിന് പകരം നിങ്ങളെല്ലാവരെയും യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, അതായത് BCS സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. ബാക്കിയുള്ള ദിവസമൊക്കെ നിങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, നിങ്ങളും മറ്റുള്ള ക്ലാസ്സുകളും. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾ BCS സ്റ്റുഡൻസ് എന്ന ബേസിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു വാലിഡ് ഇൻഫർമേഷൻ ആക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ കോളേജിൽ എല്ലാ കുട്ടികളെയും കൂടെ ടേബിൾ കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോളേജിൻ്റെ പേര് വെച്ചിട്ട് പോസിബിളാണ്. അങ്ങനെ പല മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ കമ്പൈൻ ചെയ്തിട്ടും DBMS ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി ടൈപ്സ് ഓഫ് RDBMS എന്തൊക്കെയാണെന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് ആക്സസ്, മൈക്രോസോഫ്റ്റ് SQL, സൈബാസ്, IBM, ദെൻ ഒറാക്കിൾ, ഇൻഗ്രസ്, MySQL, പോസ്റ്റ്ഗ്രസ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ലാബിൽ പഠിക്കാനുള്ള പോസ്റ്റ്ഗ്രസ് ആട്ടോ. അതായത് നമുക്ക് ലാബ് ചെയ്യാൻ മെല്ലെ ചെയ്ത് തുടങ്ങണം. ഇനി നമ്മൾ ചെറിയ ചെറിയ ഓരോ കൺസെപ്റ്റുകളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറയാൻ പോകുന്നത് റിലേഷൻ ഇൻസ്റ്റൻസ് ആണ്. എന്താണ് ഈ റിലേഷൻ ഇൻസ്റ്റൻസ്? ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറയുകയാണെങ്കിൽ സ്നാപ്പ് ഷോട്ട് ഓഫ് ഡാറ്റാബേസ്. അതായത് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കണ്ടുതരാം. ജസ്റ്റ് ബ്രാഞ്ച് നെയിം, ബ്രാഞ്ച് സിറ്റി, അസറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ. ഈ ഒരു സ്നാപ്പ് ഷോട്ടിനെയാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയ ഒരു ടേബിളിനെയാണ് പറയുന്നത് റിലേഷൻ ഇൻസ്റ്റൻസ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ ഇൻസ്റ്റൻസിൻ്റെ റിലേഷൻ ഇങ്ങനെയാണെന്ന് കാണിക്കാനുള്ള ഒരു ഫിഗർ. അത്രേ നമ്മൾ റിലേഷൻ ഇൻസ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നുള്ളൂ. അത് ചിലപ്പോൾ ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞ് നാളെ നമ്മൾ ഇനി ഇതേപോലെ റിലേഷൻ ഇൻസ്റ്റൻസ് കാണുമ്പോൾ ചിലപ്പോൾ ഇതാവില്ല ഡാറ്റ, അതിനകത്ത് ചിലതൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും, ചിലതൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും, അങ്ങനെ പലതാവും. പക്ഷേ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ ഈ നമ്മുടെ ടേബിൾ കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു സ്നാപ്പ് ഷോട്ട് അല്ലെങ്കിൽ ഒരു എവിഡൻസ് ആണ് നമ്മുടെ റിലേഷൻ ഇൻസ്റ്റൻസ്. ദെൻ സ്കീമയൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലോജിക്കൽ ഡിസൈൻ ഓഫ് ഡാറ്റാബേസ് ആണ് നമ്മളുടെ സ്കീമ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ടൈപ്പ് ഡാറ്റാബേസ് ആണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു ലോജിക്കൽ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ സ്ട്രക്ചറാണ് സ്കീമ. ഇപ്പോൾ ഒരു അക്കൗണ്ട് സ്കീമ അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ച് നെയിം, ബാലൻസ് ഒക്കെ ആയിരിക്കും അതിൻ്റെ അക്കൗണ്ട് സ്കീമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ എടുത്ത് നോക്കാം ബ്രാഞ്ചിൻ്റെ. ഇതിനകത്ത് എന്തൊക്കെയുണ്ടാവുക? ബ്രാഞ്ച് നെയിം, ബ്രാഞ്ച് സിറ്റി, അസറ്റ്, ഇതായിരിക്കും ഇതിൻ്റെ സ്കീമ. ഓക്കെ, അതായത് ലോജിക്കൽ സ്ട്രക്ചറിങ് എങ്ങനെയാണ് നമ്മൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചറിങ്ങിനെയാണ് നമ്മൾ എന്താ പറയുക, സ്കീമ എന്ന് പറയാം. പിന്നെ ബ്രാഞ്ച് സ്കീമ, അതാണ് ഞാൻ പറഞ്ഞത്. ബ്രാഞ്ച് നെയിം, ബ്രാഞ്ച് സിറ്റി, അസറ്റ്, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ബ്രാഞ്ച് സ്കീം ഉണ്ടാക്കാം. പിന്നെ കസ്റ്റമർ സ്കീമ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നെയിം, കസ്റ്റമർ സ്ട്രീറ്റ്, കസ്റ്റമർ സിറ്റി. ഇവിടുത്തെ സ്കീമ ഡയഗ്രത്തിൻ്റെ ഫിഗർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ബാങ്കിങ് എൻ്റർപ്രൈസിനകത്തുള്ള കുറേ സ്കീമയാണ്. ഒന്ന് ബ്രാഞ്ച് ടേബിളാണ് അതിൻ്റെ സ്കീമ, അക്കൗണ്ട് ടേബിളുണ്ട് അതിൻ്റെ സ്കീമ. അങ്ങനെ ഓരോ ടേബിളിനും ഓരോ സ്കീമ റെപ്രസെൻറ്റേഷൻ നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം ഒരു ടേബിൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നാണല്ലോ നമ്മൾ ലോജിക്കൽ സ്ട്രക്ചറിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ടേബിളാണ്. അപ്പോൾ ഓരോ ടേബിളും ഓരോ സ്കീമയാണ്. ബ്രാഞ്ചിന് അങ്ങനെ, അക്കൗണ്ടിന് ഇങ്ങനെ. ഡെപ്പോസിറ്റ് പറയുമ്പോൾ കസ്റ്റമർ നെയിം, അക്കൗണ്ട് നമ്പർ. കസ്റ്റമർ എന്ന് പറയുമ്പോൾ കസ്റ്റമർ നെയിം, കസ്റ്റമർ സ്ട്രീറ്റ്. പിന്നെ ബോറോവറിൻ്റെ കേസ് വരുമ്പോൾ കസ്റ്റമർ നെയിം, ലോൺ നമ്പർ. പിന്നെ ലോണിൻ്റെ കേസ് വരുമ്പോൾ ലോൺ നമ്പർ, ബ്രാഞ്ച് നെയിം, എമൗണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ഓരോന്നും ഓരോ സ്കീമയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താട്ടോ. ഇനി ട്രാൻസ്ലേഷൻ മോഡൽ ടു റിലേഷണൽ മോഡൽ. നമ്മൾ മോഡൽ പഠിച്ചു. ഇതിനകത്ത് നമ്മൾ ഡയഗ്രം വരയ്ക്കാൻ പഠിച്ചു. അങ്ങനെ വരച്ച ഡയഗ്രത്തിനെ എങ്ങനെ നമ്മൾ ടേബിളിലേക്ക് അല്ലെങ്കിൽ റിലേഷൻ മോഡലിലേക്ക് മാറ്റാം എന്നാണ് നമ്മളിനി നോക്കുന്നത്. കണ്ടോ, ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്. അതിന് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. റോൾ നമ്പർ, നെയിം, ക്ലാസ്, സബ്ജക്റ്റ് ഒക്കെ ഉണ്ട്.
അപ്പോൾ നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് എൻറ്റിറ്റി കൺസിഡർ ചെയ്യുന്ന ആരാണ്? സ്റ്റുഡൻ്റാണ്. അപ്പോൾ സ്റ്റുഡൻ്റാണ് ഇവിടെ നമ്മളുടെ എൻറ്റിറ്റി. പിന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? റോൾ നമ്പർ, നെയിം, ക്ലാസ്, സബ്ജക്റ്റ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കോളത്തിൻ്റെ ഹെഡറാക്കി കൊടുക്കും. അതായത് റോൾ നമ്പർ, നെയിം, ക്ലാസ്, സബ്ജക്റ്റ് എന്നുള്ളതൊക്കെ ഹെഡറാക്കി കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ റിലേഷണൽ മോഡലിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ടേബിളിലേക്ക് മാറ്റുക? ഫസ്റ്റ് നമ്മൾ ഈ എൻറ്റിറ്റിക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ടേബിൾ ഫോർ ഈച്ച് എൻറ്റിറ്റി. ഇവിടെ ഒരൊറ്റ എൻറ്റിറ്റിയല്ലേ ഉള്ളൂ. ചില കേസ് 2, 3 കേസ് വരുമ്പോൾ നമുക്ക് ഓരോ എൻറ്റിറ്റിക്കും ഓരോ ടേബിൾ ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ ഈ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയെ ഉദ്ദേശിച്ചാണ് സ്റ്റുഡൻറ്റ് ടേബിൾ നമ്മൾ ഉണ്ടാക്കുന്നത്. എൻറ്റിറ്റീസ് ആട്രിബ്യൂട്ട് ഷുഡ് ബിക്കം ഫീൽഡ് ഓഫ് ടേബിൾസ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഡാറ്റ ടൈപ്സ്. ഈ എൻറ്റിറ്റിയിലുള്ള ആട്രിബ്യൂട്ട്സും അതിൻ്റെ ഡാറ്റ ടൈപ്പും കൂടെ അടക്കം നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. അതായത് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. കാരണം റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആവണം, നെയിം എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ്, അങ്ങനെയൊക്കെ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ. ടൈപ്പ് ഓരോന്നും ആവണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ എൻറ്റിറ്റിയും അതിന് ഫീൽഡാക്കി കൊടുക്കും. അതായത് നമ്മൾ കോളം ഹെഡറാക്കി കൊടുക്കണം. റോൾ നമ്പർ എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് അതിനകത്ത് വരണം എന്നൊക്കെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യും. നെയിം എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് വരണം, ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് വരണം, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് വരണം എന്നൊക്കെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യണം. ഡിക്ലെയർ പ്രൈമറി കീ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പ്രൈമറി കീ കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണ്? പ്രൈമറി കീൻ്റെ പ്രത്യേകത എന്താണ്? അത് യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ്. കാരണം ഒരു ക്ലാസ് സ്റ്റുഡൻറ്റ് ടേബിൾ നോക്കുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ കേസിന് എടുക്കുമ്പോൾ യൂണീക്കായിട്ടുള്ള എന്താണ്? റോൾ നമ്പറാണ്. അതൊന്നും ഒരിക്കലും ഒരാൾക്കുള്ളത് മറ്റൊരാൾക്ക് ഉണ്ടാവില്ല. ഇനി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. വാട്ട് ഈസ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്? അപ്പോൾ നമ്മൾ എന്താണ്, എങ്ങനെയാണ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് നമ്മൾ ഇൻറ്റഗ്രിറ്റി റൂൾസ് എന്നും പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. An integrity constraint is a condition specified on database schema and restrict the data that can be stored in the instance of the database. അപ്പോൾ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു കണ്ടീഷൻ കീപ്പ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്തൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടേബിളിനകത്തുള്ള ഡാറ്റയൊക്കെ ആറ്റോമിക് വാല്യൂസ് ആവണം. അതായത് മിനിമൽ ലെവലിലുള്ള വാല്യൂസ് ആവണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ആ ടേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ടേബിൾ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് കൊടുത്ത് അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടേബിൾ ആയിരിക്കണമല്ലോ നമ്മൾ റിലേഷണൽ ഡാറ്റാബേസിൽ ഉണ്ടാക്കേണ്ടത്. അത്തരം റൂളിനെയാണ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇതിൽ പല ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് പറയുന്നത് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, ഡൊമെയിൻ കൺസ്ട്രെയിൻസ്, പിന്നെ റെഫറൻഷ്യൽ കൺസ്ട്രെയിൻസ്, കീ കൺസ്ട്രെയിൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ പറയുകയാണ്. ഈസ് എ കണ്ടീഷൻ സ്പെസിഫൈഡ് ഓൺ ദ ഡാറ്റാബേസ് സ്കീമ ആൻഡ് റെസ്ട്രിക്ട് ദ ഡാറ്റ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ഇൻസ്റ്റൻസ് ഓഫ് ഡാറ്റാബേസ്. അതായത് നമ്മൾ പറഞ്ഞ ഡാറ്റാബേസ് സ്കീമ നമ്മൾ മുന്നേ പഠിച്ചില്ലേ? അതായത് സ്കീമ എന്താണ്? ലോജിക്കൽ ഡിസൈൻ. ലോജിക്കൽ ഡിസൈൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് കൊടുക്കും. അത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനകത്ത് ലീഗലി നമുക്ക് വേണ്ടാത്തവരാണെങ്കിൽ അവരെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാബേസിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ റിലേഷണൽ മോഡലിനെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മളെന്ത് പറയുക? ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ഇഫ് എ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് സാറ്റിസ്ഫൈ ഓൾ ദി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് സ്പെസിഫൈസ് ഓൺ ദ ഡാറ്റാബേസ് സ്കീമ ഈസ് കോൾഡ് ലീഗൽ ഇൻസ്റ്റൻസ്. അതായത് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞില്ലേ, അത്ര കണ്ടീഷൻസ് എല്ലാം ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഡാറ്റാബേസ് സ്കീമിനെ നമ്മൾ എന്ത് പറയും? ലീഗൽ ഇൻസ്റ്റൻസ് എന്ന് പറയും. എ DBMS പെർമിറ്റ് ഓൺലി ലീഗൽ ഇൻസ്റ്റൻസ് ടു ബി സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. ഈ DBMS എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലീഗൽ ഇൻസ്റ്റൻസിനെ മാത്രമേ നമ്മുടെ ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതായത് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇൻറ്റഗ്രിറ്റി റൂളാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഡാറ്റകളൊക്കെ ഒരു ഏകീകൃതമായ രീതിയിലായിരിക്കണം. അതിനകത്ത് കുറേ ഡ്യൂപ്ലിക്കേഷൻസ് കുറേ ആവശ്യമില്ലാതെ സ്പ്ലിറ്റ് ചെയ്ത് വാല്യൂസ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇന്ന കണ്ടീഷൻസ് വെക്കും. ആ കണ്ടീഷൻസിനകത്ത് അതായത് ഇന്ന റൂൾസ് വെക്കും. അതിനനുസരിച്ച് മാത്രമേ എന്ത് കിട്ടാൻ പാടുള്ളൂ? നമുക്ക് ടേബിളിനകത്ത് ഡാറ്റ വരാൻ പാടുള്ളൂ. അതിനെയാണ് ലീഗൽ ഇൻസ്റ്റൻസ് എന്ന് പറയുക. അതിനെല്ലാം അപ്പോൾ അതായത് നമ്മൾ കൊടുത്ത കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ലീഗൽ ഇൻസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി റൂൾസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് നമ്മൾ കണ്ടീഷനോ റൂൾസോ കൊടുക്കുകയാണ്. അതിൻ്റെ ബേസിൽ മാത്രമേ ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് കേട്ടോ. ഇനി ഡൊമെയിൻ കൺസ്ട്രെയിൻസ്, അതായത് ഇതിനകത്ത് വരുന്ന വാല്യൂസ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക? സ്കീമിനെ പറ്റിയല്ല പറഞ്ഞത്. ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ് കേസ് വരുമ്പോൾ ലോജിക്കൽ സ്ട്രക്ചർ ഇന്ന കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് ഇന്ന രീതിയിലാവണം. അതാണ് ഇൻറ്റഗ്രിറ്റിൻ്റെ കേസ് വരുമ്പോൾ. ഡൊമെയിൻ്റെ കേസ് വരുമ്പോൾ എന്താണ്? അതിനകത്തുള്ള ഡാറ്റ ഇന്ന രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡൊമെയിൻ കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ഈ റിലേഷൻ സ്കീമ സ്പെസിഫൈ ദ ഡൊമെയിൻ ഓഫ് ഈച്ച് ഫീൽഡ് ഇൻ ദ റിലേഷൻ ഇൻസ്റ്റൻസ്. These domain constraints in the schema specify the condition that each instance of the relation has to satisfy. ഇതിനകത്തുള്ള ഓരോ ഇൻസ്റ്റൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡൊമെയിൻ കൺസ്ട്രെയിൻറ്റ് കേസിൽ. അതായത് അതിനകത്തുള്ള ഡാറ്റയിലാണ് നമ്മളിവിടെ
ഡെഫിനിഷൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിയേറ്റ് ഡൊമൈൻ $ന്യൂമറിക് 12 ക്രിയേറ്റ് ഡൊമൈൻ പോൺസ് ന്യൂമറിക് 12. അതായത് വേണമെങ്കിൽ ഡോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൊമൈൻ കൊടുക്കുമ്പോൾ അതിന് 12 എന്ന് കൊടുക്കും. പൗണ്ട്സിൻ്റെ കേസ് വരുമ്പോഴും കൊടുക്കും. എന്താണ് ഈ 12 എന്ന് നോക്കാം. ഇറ്റ് ഡിഫൈൻ ദ ഡൊമൈൻ ഡോളേഴ്സ് ആൻഡ് പൗണ്ട്സ് ടു ബി ഡെസിമൽ നമ്പേഴ്സ് വിത്ത് ദ ടോട്ടൽ ഓഫ് 12 ഡിജിറ്റ്സ് 2 ഓഫ് വിച്ച് ആർ പ്ലേസ്ഡ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിൻറ്റ്. അതായത് ഇതിനകത്ത് നമ്മൾ പറയുന്നത് വെച്ചാൽ 2 ഫീൽഡിലേക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കണം. ഒന്ന് ഡോളേഴ്സാണ്, പിന്നെ ഒന്ന് പോൺസാണ്. ഇത് ഡെസിമൽ നമ്പേഴ്സിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ 12 ഡിജിറ്റിലെ ഡെസിമൽ നമ്പറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ അതിനകത്തുള്ള 2 വാല്യൂസ് ഡെസിമൽ പോയിൻറ്റ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുക എന്നൊക്കെ മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യണം ഡൊമൈൻ എങ്ങനെ വരണം. അതിനെയാണ് ഡൊമൈൻ കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ഇനി റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എൻഷുർ ദാറ്റ് വാല്യൂ ദാറ്റ് അപ്പിയേഴ്സ് ഇൻ വൺ റിലേഷൻ ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഓൾസോ അപ്പിയർ ഫോർ എ സർട്ടൻ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ടു അനദർ റിലേഷൻ. അതായത് ഒരു ടേബിളിനകത്തുള്ള ആട്രിബ്യൂട്ട്സും വേറൊരു ടേബിളിനകത്തുള്ള ആട്രിബ്യൂട്ട്സും തമ്മിൽ റഫർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കൊണ്ടുവരുന്ന ഇൻറ്റഗ്രിറ്റി എന്ന് പറയാം. റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയാം. അതായത് ഒരു ടേബിളുണ്ട്. അപ്പോൾ ഈ ടേബിളിനകത്ത് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ടേബിളിനകത്ത് BCA എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കേസിലും BCA കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ രണ്ടിനെയും തമ്മിൽ റെഫറൻസ് ചെയ്യാൻ കഴിയും. കാരണം എന്താണ്, രണ്ടിലും കോമൺ ആയിട്ട് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. എന്ത്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള കമ്പൈൻഡ് ടേബിളാക്കി അതിനെ മാറ്റാൻ കഴിയും. അത്രയും ഇൻറ്റഗ്രിറ്റിയാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. സോ ബ്രാഞ്ച് നെയിം ക്യാർ റെഫറൻസ് ബ്രാഞ്ച്. അതായത് ബ്രാഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എന്താ പറയുക കമ്പൈൻ ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളുടെ കേസ് സ്റ്റുഡൻറ്റിൻ്റെ കേസ് വരുമ്പോൾ എന്താണ്, നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിമാണ്. ഓക്കെ, അങ്ങനെ പല വേസിൽ നമുക്ക് പോസിബിളാണ് കേട്ടോ. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി പറഞ്ഞതാണ് ഒരു റിലേഷനകത്ത് അപ്പിയർ ചെയ്തിട്ടുള്ള വാല്യൂ വേറൊരു റിലേഷനകത്ത് അല്ലെങ്കിൽ വേറൊരു ടേബിളിനകത്തും അതേ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ എന്താണ്, അവർ രണ്ടും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും. ഇനി അസേർഷൻ. ആൻ അസേർഷൻ ഈസ് എ പ്രെഡിക്കേറ്റ് എക്സ്പ്രസിങ് ഈ കണ്ടീഷൻ ദാറ്റ് വി വിഷ് ടു ഡാറ്റാബേസ് ഓൾവേസ് സാറ്റിസ്ഫൈ. നമ്മുടെ ഡാറ്റാബേസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു കണ്ടീഷൻ, എന്തോ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അസേർഷൻ എന്നാണ് പറയുക. അതായത് നമ്മൾ തീരുമാനിക്കുകയാണ് ഇന്ന കണ്ടീഷനിലുള്ള ആളുകൾ മാത്രം മതി. അതായത് ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കേസ് വരുമ്പോൾ ഒരു 50 എബവ് മാർക്കുള്ള ആളുകൾ മാത്രം സെലക്ട് ചെയ്തൊരു ടേബിളാക്കി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് അസേർഷൻ എന്ന് പറയും. ഇപ്പോൾ ക്രിയേറ്റ് അസേർഷൻ നെയിം ചെക്ക് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സിൻടാക്സ് ചെയ്യുക എന്നുള്ളത്. പിന്നെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റ് അസേർഷൻ സം കൺസ്ട്രെയിൻസ് ചെക്ക് നോട്ട് എക്സിസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം ബ്രാഞ്ച് വേർ സെലക്ട് നമ്പർ എമൗണ്ട് ഫ്രം ലോൺ വേർ ലോൺ ബ്രാഞ്ച് ഈക്വൽ ടു ബ്രാഞ്ച് നെയിം. അതായത് ലോണും ബ്രാഞ്ചും സെയിം ആണോ എന്ന് നോക്കിയിട്ട് അതിനകത്തുള്ള ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ ആളുകളെയൊക്കെ ആ ബ്രാഞ്ചായിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരു ടേബിൾ ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്രിയേറ്റ് അസേർഷൻ ഇവിടെ ചെയ്യുന്നത്. അത് വേണ്ട, ഒന്നുകൂടെ ടഫാണ്. നമുക്ക് അതിൻ്റെ താഴെയുള്ളത് നോക്കാം. സെലക്ട് സം ബാലൻസ് ഫ്രം അക്കൗണ്ട് വേർ അക്കൗണ്ട് ബ്രാഞ്ച് നമ്പർ നെയിം ഈക്വൽ ടു ബ്രാഞ്ച് നെയിം. അതായത് നമ്മളുടെ അക്കൗണ്ട് ബ്രാഞ്ച് നെയിമിലുള്ളതും അതേപോലെ ബ്രാഞ്ച് എന്ന് പറഞ്ഞ ടേബിളുണ്ട്, അക്കൗണ്ടാണോ ടേബിളുണ്ട്, അതിന് രണ്ടിനകത്തുള്ള ബ്രാഞ്ച് നെയിം സെയിം ആണെങ്കിൽ അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, സം ബാലൻസ് എന്നുകൊണ്ട്, അതായത് നമുക്ക് ബാലൻസ് എത്ര ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു ടേബിളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ട് തന്നെ ടേബിളിന് അക്കൗണ്ട് ബ്രാഞ്ച് നെയിമും അതേപോലെ തന്നെ ബ്രാഞ്ച് നെയിമും സെയിം ആയി. അതായത് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് സിമ്പിളാക്കി ഒന്നുകൂടെ പറഞ്ഞാൽ ബ്രാഞ്ച് ആണ് ഒരു ടേബിളുണ്ട്, അക്കൗണ്ട് ആണ് ടേബിളുണ്ട്. നമ്മൾ ആ സ്കീമിൽ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഈ രണ്ട് നെയിമിലും ബ്രാഞ്ച് നെയിം സെയിം ആയ ആൾക്കാരെ നോക്കുക. അപ്പോൾ ഒരു 3-4 ആൾക്കാരുണ്ട് നോക്കുക. ആ 3-4 ആൾക്കാരെ അക്കൗണ്ട് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്തിട്ട് ഒരു ടേബിളാക്കി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് അസേർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രെഡിക്കേറ്റ് ചെയ്യണം ഇങ്ങനെ വേണം ഇന്ന കണ്ടീഷനുള്ള ആൾ. ഇതാട്ടോ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ. നിങ്ങൾ വേണം ഇത് എഴുതി വെച്ചാൽ, മറ്റേ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കി പോകും. ഇതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഈ താഴെയുള്ള മതി. ഇനി ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് നമ്മൾ തീരുമാനിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് എന്തോ റിസൾട്ട് കിട്ടും. അതാണ് ട്രിഗറിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ കേസ് എടുക്കാൻ ടേബിൾ ഉണ്ടാക്കി അതിനകത്ത് റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നൾ വാല്യൂ ഒരിക്കലും വരാൻ പാടില്ല. നൾ വാല്യൂ എന്നല്ല, അതിനകത്ത് ബ്ലാങ്ക് ആയി കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് നൾ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കൂലേ, അതേപോലെ. അല്ലെങ്കിൽ ഈ ബ്ലാങ്ക് ആയി കിടക്കാതിരിക്കാൻ നള്ളാക്കി സെറ്റ് ചെയ്ത് കൊടുക്കില്ല, അതുപോലെയാണ് ട്രിഗറിങ്. അതായത് നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് കൊടുത്തത് അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് അവിടെ കിട്ടുക, അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റാണ് കിട്ടുക. A trigger is a statement that the system execute automatically as a side effect of modification to the database. ട്രിഗറിങ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്.
അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്തോ ഡാറ്റാബേസിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തിയാൽ അതിന് ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ട്രിഗർ കിട്ടുക. അതായത് നമ്മൾ എന്തോ ഒരു മോഡിഫിക്കേഷൻ ഡാറ്റാബേസിനകത്ത് വരുത്തി അപ്പോൾ ഇതിന് സൈഡ് എഫക്റ്റ് ആയിട്ട് എന്ത് കിട്ടും, നമുക്ക് ഈ ട്രിഗേഴ്സിന് കിട്ടും. ടു ഡിസൈൻ ട്രിഗർ മെക്കാനിസം വി മസ്റ്റ് മീറ്റ് ടു റിക്വയർമെൻറ്റ്സ്. ഒന്നെന്താണ് സ്പെസിഫൈ വെൻ എ ട്രിഗർ ടു ബി എക്സിക്യൂട്ടഡ്. ദിസ് ഈസ് ബ്രോക്കൺ അപ്പ് ഇൻ ടു ഇവൻ that causes the trigger to be checked and condition that must be satisfied for trigger execution to proceed. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇവൻ്റാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യണം. എന്തൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്ത് ട്രിഗറാണ് കിട്ടുന്നത് അത് പ്രൊസീഡ് ചെയ്യും. സാറ്റിസ്ഫൈ ദ ആക്ഷൻ ടു ബി ടേക്കൺ വെൻ ദ ട്രിഗർ എക്സിക്യൂട്ട്. നമ്മൾ സ്പെസിഫൈ ചെയ്യണം എന്ത് ആക്ഷനാണ് നമ്മൾ ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് സ്പെസിഫൈ ചെയ്യും. അപ്പോൾ അത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് എന്താണ് ആക്ഷൻ വേണ്ടത് എന്ന് തീരുമാനിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫൈൻ എ ട്രിഗർ ദാറ്റ് റീപ്ലേസ് ദ ബ്ലാങ്ക് വാല്യൂ ഇൻ എ ഫോൺ നമ്പർ ഫീൽഡ് ഇൻ ടു ആൻ ഇൻസേർട്ടഡ് ടപ്പിൾ ബൈ ദ നൾ വാല്യൂ. അതായത് നമുക്ക് ബ്ലാങ്ക് വാല്യൂവിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നൾ വാല്യൂ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ വരുന്നൊക്കെ നള്ളായിട്ട് വരും. ക്രിയേറ്റ് ട്രിഗർ സെറ്റ് നൾ ട്രിഗർ ബിഫോർ അപ്ഡേറ്റ് ആർ റെഫറൻസിങ് ന്യൂ റോ ആൻഡ് എൻ റോ ഫോർ ഈച്ച് റോ വെൻ എൻ റോ ഫോൺ നമ്പർ ഈക്വൽ ടു ബ്ലാങ്ക് സെറ്റ് എൻ റോ ഫോൺ നമ്പർ ഈക്വൽ നൾ. അതായത് നൾ വാല്യൂ ആയിരുന്നു, അല്ല അതുവരെ ബ്ലാങ്ക് ആയിരുന്നു, അപ്പോൾ നമ്മൾ നള്ള് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ ട്രിഗറോട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതായത് ട്രിഗർ എന്ന് പറഞ്ഞ ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ എന്തൊരു മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു സൈഡ് എഫക്റ്റാണ് ട്രിഗർ. അത് രണ്ട് രീതിയിൽ വരും. ആദ്യം നമ്മൾ ഇവൻ്റെ ഒന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും, എന്നിട്ട് കണ്ടീഷൻ അനുസരിച്ചുള്ള ആക്ഷൻ. അതായത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അതിനകത്ത് എന്താ വരുന്നത്. ഇപ്പോൾ ഫോൺ നമ്പറിൻ്റെ കേസിൽ ബ്ലാങ്കാ വരുന്നെങ്കിൽ അവിടെ നമ്മൾ നള്ളാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ ഫോൺ നമ്പർ നള്ളാക്കി സെറ്റ് ചെയ്ത് കൊടുത്തുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒന്നുകൂടെ പറയാൻ കേട്ടോ, ഈ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസിൽ അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി റൂൾസിൽ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് പറഞ്ഞു, ഡൊമൈൻ കൺസ്ട്രെയിൻസ് പറഞ്ഞു, റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി പറഞ്ഞു. പിന്നെ ഒന്നും കൂടെ പറയാനുള്ളത് നമ്മളുടെ കീ കൺസ്ട്രെയിൻസ് ആണ്. അതായത് സൂപ്പർ കീ, ഫോറിൻ കീ, പ്രൈമറി കീ ഒക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം അതിൽ നോട്ട് ഇട്ടുതന്നിരുന്നു. പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ അത് മിസ് എടുത്തല്ലേ എന്ന് പറയില്ല, ഇത് പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ അതും കൂടെ വേണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ താഴെ എഴുതി വെച്ചുകൊണ്ടു. അതായത് ഈ ഡൊമൈൻ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കഴിഞ്ഞാൽ താഴെ കീ കൺസ്ട്രെയിൻസ്, പിന്നെ സൂപ്പർ കീ, പ്രൈമറി കീ, ഫോറിൻ കീ, ഇതൊക്കെ നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ട് അതിനുള്ളത്തെ കൺസെപ്റ്റുകളൊക്കെ. അപ്പോൾ ഞാൻ വെറുതെ ഇനി പിന്നെ എടുക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഒഴിവാക്കിയത്. പക്ഷേ ആക്ച്വലി കീ കൺസ്ട്രെയിൻസും ഇതിൻ്റെ ഭാഗമാട്ടോ ഇൻറ്റഗ്രിറ്റി റൂൾസിൻ്റെ. അപ്പോൾ നമ്മളിന്ന് എന്തെടുത്ത് അത് RDBMS എന്താ പറഞ്ഞു, പിന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് RDBMS പറഞ്ഞു, പിന്നെ റിലേഷൻ ഇൻസ്റ്റൻസ് സ്കീമ, പിന്നെ സ്കീമ ഡയഗ്രാം, പിന്നെ എങ്ങനെ ER മോഡലിൽ നിന്ന് റിലേഷൻ മോഡലിലേക്കാക്കി മാറ്റാം, പിന്നെ ഇൻറ്റഗ്രിറ്റി റൂൾസ് എന്തൊക്കെയാണ് പറഞ്ഞത്. ഇൻറ്റഗ്രിറ്റി റൂൾസ് എങ്ങനെയാണ് വരുന്ന ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ, അതായത് ആറ്റോമിക് നമ്പേഴ്സ് വേണം, അല്ലെങ്കിൽ ആറ്റോമിക് ഡാറ്റ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ്റെ ബേസിൽ നമ്മുടെ ഡാറ്റാബേസിനാക്കി മാറ്റുന്നതിനെയാണ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കൺസ്ട്രെയിൻസും അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ലീഗൽ ഇൻസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റാബേസിനകത്ത് ലീഗൽ ഇൻസ്റ്റൻസിനെ മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ. അതായത് ഇപ്പോൾ ആറ്റോമിക് വാല്യൂ ആണെന്ന് പറഞ്ഞാൽ അതല്ലാത്ത വാല്യൂസ് വന്നാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കില്ല, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ വന്നാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കില്ല. അങ്ങനെ നമ്മൾ പെർമിഷൻസ് കൊടുത്തിട്ട് അവരെ സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അത്രയും കോൺഫിഡൻഷ്യലായിട്ടാണ് നമ്മൾ ഡാറ്റാബേസിനകത്ത് ചെയ്യുന്നത്. പിന്നെ ഡൊമൈൻ കൺസ്ട്രെയിൻസ് വരുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഡൊമൈനിൽ ഇന്ന വാല്യൂ ഇന്ന രീതിയിൽ വരണം എന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഡോളറിനും പൗണ്ടിനും നമ്മൾ കണ്ടത്. പിന്നെ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റിൻ്റെ കേസ് പറയുമ്പോൾ എന്ത് ചെയ്യുന്ന ഒരു ടേബിളിനകത്തുള്ള ഡാറ്റ എന്തൊക്കെയോ ചില വാല്യൂസ് മറ്റോ ടേബിളിനകത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ കമ്പൈൻ ചെയ്തിട്ട് ഒരു റിലേഷൻ ആക്കിയിട്ട് കൊണ്ടുവരാൻ കഴിയും. അതാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇനി അസേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചില കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ എക്സ്പ്രഷൻ വേണ്ടത് അത് പ്രെഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസേർഷൻ എന്ന് പറയുക. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രെഡിക്കേറ്റ് ചെയ്യാൻ കഴിയും. ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചില മോഡിഫിക്കേഷൻസ് നമ്മൾ ഡാറ്റാബേസിൽ വരുത്തുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലായി വരുന്ന സൈഡ് എഫക്റ്റിനെയാണ് നമ്മളെന്ന് പറയുക ട്രിഗർ എന്ന് പറയുക. അതായത് ഇപ്പോൾ എന്തോ ഒരു ഇവൻറ്റ് നമ്മൾ കണ്ടു, ആ ഇവൻറ്റ് കാണുമ്പോൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിനൊരു എന്തോ പെർട്ടിക്കുലർ ആക്ഷൻ എടുത്തു, അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എല്ലാ ഡാറ്റയിലും ആ ചേഞ്ചസ് വരും. അതായത് ഫോൺ നമ്പർ അതുവരെ ബ്ലാങ്ക് ആയിരുന്നു, അപ്പോൾ നമ്മൾ അതിനകത്ത് ചേഞ്ച് വരുത്തി നള്ളാക്കി കൊടുത്തു, അപ്പോൾ എല്ലാ ഫോൺ നമ്പറും എന്തായി നള്ളായിട്ട് മാറും. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്യുന്നതിനാണ് ട്രിഗർ എന്ന് പറയാം. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു കീ കൺസ്ട്രെയിൻസ് ഉണ്ട്, സൂപ്പർ കീ, ഫോറിൻ കീ, പിന്നെ നമ്മളുടെ പ്രൈമറി കീ, അതും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കാരണം ഓൾറെഡി നമ്മൾ എനിക്ക് തോന്നുന്നു കീസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡക്ഷനിൽ, അപ്പോൾ വെറുതെ റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ രീതി ഞാൻ വേണ്ടതെന്ന് വെച്ചതാണ്. സോ ഇത്രയാണ് ഇൻറ്റഗ്രേറ്റഡ് റൂൾസ് പറയാനുള്ളത്. സോ വീഡിയോസ് വാച്ച് ചെയ്യുക, കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഞാൻ നമ്മളുടെ റിലേഷണൽ ആൽജിബ്രയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തത് കേട്ടോ. ഓക്കെ, താങ്ക് യു.